മാങ്ങാട്ടുകരയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സ്ഥാപിച്ച VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ച നിലയിൽ ഇരിങ്ങാലക്കുടയിൽ ഇന്നസെന്റിന്റെ ചിത്രം വെച്ച് ഫ്ലക്സ് സ്ഥാപിച്ചതിനെതിരെ പരാതി. കല്ലറ്റിങ്ങര റെയിൽവേ സ്റ്റേഷന് സമീപം റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനങ്ങൾ കത്തിനശിച്ചു. 13 വാഹനങ്ങളാണ് അഗ്നിക്കിരയായത്. ചവക്കട പ്രവാസി സിൻഡിക്കേറ്റ് ബാങ്കിനെതിരെ നിക്ഷേപകർ രംഗത്ത്. തട്ടിപ്പ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന നിക്ഷേപകർ. ബാങ്ക് ആസ്ഥാനത്തേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തി. കടവല്ലൂർ പഞ്ചായത്ത് മൈതാനത്ത് കൂട്ടിയിട്ടിരിക്കുന്ന കേരയിൽ കുറ്റികൾ മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. കളക്ടർക്ക് പഞ്ചായത്ത് അധികൃതർ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചു. മാങ്ങാട്ടുകരയിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകളാണ് മുറിച്ചെടുത്ത് കാനയിലെറിഞ്ഞും കുത്തിക്കീറിയും നശിപ്പിച്ചത്. തിങ്കളാഴ്ച രാവിലെയാണ് കണ്ടശാങ്കടവ് മുറ്റുച്ചൂർ റോഡിൽ മാങ്ങാട്ടുകര AUP സ്കൂളിന് സമീപം VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡുകളും തോരണങ്ങളും നശിപ്പിച്ചതായി കാണുന്നത്. ചക്കാമഠത്തിൽ വേണുഗോപാലൻ, തെറ്റില, ചാക്കോ തുടങ്ങിയവരുടെ ഭൂമിയിൽ സ്ഥാപിച്ച 10ഓളം ഫ്ലക്സ് ബോർഡുകളാണ് നശിപ്പിച്ചത്. ബോർഡുകൾ നശിപ്പിച്ച് കാനയിലിട്ട നിലയിലാണ്. പലതും കുത്തിക്കീറി. ചുമരിൽ ഒട്ടിച്ചിരുന്ന പോസ്റ്ററുകളും കീറി നശിപ്പിച്ച നിലയിലാണ്. അന്തിക്കാട് പഞ്ചായത്ത് 1-ാം വാർഡിലെ 22-ാം നമ്പർ ബൂത്തിലാണ് സംഭവം. വിവരമറിഞ്ഞ് പാർട്ടി പ്രവർത്തകരും പോലീസും സ്ഥലത്തെത്തി. LDF അന്തിക്കാട് വെസ്റ്റ് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് TI ചാക്കോയുടെ നേതൃത്വത്തിൽ പോലീസിനും ഇലക്ഷൻ കമ്മീഷനും പരാതി നൽകി. ഇവിടെ അന്തിക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ളൊരു ശത്രു വൈര്യത്തോടുകൂടി കാണുന്ന ഒരു പരിപാടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ സൗഹാർദ്ദപരമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കാറ്. പക്ഷെ ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ ബോർഡുകൾ നശിപ്പിച്ച് ഇതിനെ ഇലക്ഷനെ പ്രശ്നകലുഷിതമാക്കാനായിട്ടുള്ള ശ്രമമാണ് ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നത്. LDF അന്തിക്കാട് വെസ്റ്റ് മേഖലാ സെക്രട്ടറി പ്രദീപ് കൊച്ചത്ത്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് AV ശ്രീവത്സൻ, വാർഡ് മെമ്പർ മിനി ചന്ദ്രൻ, സെക്രട്ടറി സാജൻ കൂട്ടാല തുടങ്ങിയവർ സ്ഥലത്തെത്തി. പരാജയഭീതി പൂണ്ടവരാണ് ഇരുട്ടിനെ മറയാക്കി ആക്രമണം നടത്തിയതെന്ന് നേതാക്കൾ ആരോപിച്ചു. ഇതൊക്കെ ഞങ്ങൾ ചിരിച്ചുകൊണ്ട് നേരിടുക. കാരണം അന്തിക്കാട് അങ്ങനെ ഒരു മറ്റേ സംഘർഷങ്ങളുടെ പ്രദേശമല്ല. തോൽവി കണ്ട് പരാജയഭീതി പൂണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇരുട്ടിന്റെ മറവിൽ ഇങ്ങനെ ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അത് മറുപടി കൊടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെരഞ്ഞെടുപ്പിലൂടെ തങ്ങൾ മറുപടി നൽകുമെന്നും അന്തിക്കാട് മേഖലയിൽ നിന്ന് റെക്കോർഡ് ഭൂരിപക്ഷം സുനിൽകുമാറിന് നേടിക്കൊടുക്കുമെന്നും ഇവർ പറഞ്ഞു. സംഭവത്തിൽ പ്രതിഷേധിച്ച് പ്രതിഷേധ പ്രകടനം നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു. TCV ന്യൂസ്, തൃശൂർ. ഇരിങ്ങാലക്കുടയിൽ ഇന്നസെന്റിന്റെ ചിത്രം വെച്ച് സ്ഥാനാർത്ഥി പോര. സുരേഷ് ഗോപിക്കൊപ്പവും സുനിൽകുമാറിനൊപ്പവും മുൻ MPയും സിനിമാ താരവുമായ ഇന്നസെന്റ് നിൽക്കുന്ന ചിത്രങ്ങളാണ് ബോർഡുകളിലുള്ളത്. AKP റോഡിൽ ഒഴിഞ്ഞ പറമ്പിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി സുനിൽകുമാറിന്റെ ബോർഡാണ് ആദ്യം ഉയർന്നത്. ചാലക്കുടിയിലെ മുൻ ഇടതുപക്ഷ MPയും ഇടതുപക്ഷ സഹയാത്രികനുമായിരുന്നു ഇന്നസെന്റ്. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും ഇന്നസെന്റും ഒരുമിച്ചുള്ള ചിത്രം സഹിതം ഇവിടെ ബോർഡ് ഉയരുന്നത്. കൂടൽമാണിക്യം ഉത്സവം നടക്കുന്നതിനാൽ ഉത്സവ ആശംസകളോടെ വോട്ട് അഭ്യർത്ഥിച്ചാണ് ബോർഡ് ഉയർത്തിയിരിക്കുന്നത്. തങ്ങളുടെ അനുവാദത്തോടെയല്ല സുരേഷ് ഗോപിയുടെ ബോർഡ് ഉയർത്തിയിരിക്കുന്നതെന്നും പാർട്ടിയുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഇന്നസെന്റിന്റെ കുടുംബം വ്യക്തമാക്കി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാവും മുൻ MPയും ചലച്ചിത്ര നടനുമായ ഇന്നസെന്റിന്റെ ചിത്രം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പ്രചരണ ബോർഡുകളിൽ വെച്ചതിനെതിരെ LDF ഇരിങ്ങാലക്കുട മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി P മണി ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. മുന്നണിയുടെയോ ഇന്നസെന്റിന്റെ കുടുംബത്തിന്റെയോ അനുമതിയില്ലാതെയാണ് ചിത്രം ആലേഖനം ചെയ്തത്. ഇന്നസെന്റിന്റെ കുടുംബം ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയ സുരേഷ് ഗോപിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ദുരുപയോഗം ചെയ്ത് സ്ഥാപിച്ച ബോർഡുകൾ മാറ്റണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു. സുരേഷ് ഗോപിയും ഇന്നസെന്റും തമ്മിൽ രാഷ്ട്രീയത്തിനപ്പുറം സൗഹൃദമുണ്ടെന്ന് മനസ്സിലാക്കാതെ LDFന്റെ വൃത്തികെട്ട രാഷ്ട്രീയ കളിയാണ് പോസ്റ്റർ വിവാദമെന്ന് BJP പ്രസ്താവനയിൽ ആരോപിച്ചു. സുരേഷ് ഗോപിയുടെയും ഇന്നസെന്റിന്റെയും ആരാധകർ ഇരിങ്ങാലക്കുടയിൽ സ്ഥാപിച്ച പ്രചരണ ബോർഡുകൾ LDFന്റെ രാഷ്ട്രീയ കളി മൂലം വിവാദമായത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ NDA നേതാക്കൾ നേരിട്ടിറങ്ങി ഇവ നീക്കം ചെയ്തതായും BJP പ്രവർത്തകർ പറഞ്ഞു.
കല്ലറ്റിങ്ങര റെയിൽവേ സ്റ്റേഷന് സമീപം റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനങ്ങൾ കത്തി നശിച്ചു. 13 ഇരുചക്ര വാഹനങ്ങളാണ് അഗ്നിക്കിരയായത്. ഇരിങ്ങാലക്കുടയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ആളൂർ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. അതേസമയം പരിസരത്തുള്ള KSEBയുടെ ചാർജിംഗ് പോയിന്റുള്ള വൈദ്യുതി പോസ്റ്റിൽ നിന്ന് 2 ദിവസമായി സ്പാർക്ക് ഉണ്ടായിരുന്നതായി ഇതാകാം തീപിടുത്തത്തിന് കാരണമായതെന്നുമാണ് പോലീസിന്റെ നിഗമനം. ദേശീയപാത തലൂർ ബൈപ്പാസിനോട് ചേർന്നുള്ള പാടത്ത് വൻ തീപിടുത്തം. കാഴ്ച മറയ്ക്കുന്ന വിധത്തിൽ പുക ഉയർന്നത് ഗതാഗത തടസ്സത്തിനിടയാക്കി. പുക കിലോമീറ്ററുകളോളം വ്യാപിച്ചു. സമീപത്തെ വീടുകളിലുള്ളവർക്കും യാത്രക്കാർക്കും ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു. രാവിലെ മുതൽ ചെറിയ തോതിൽ പടർന്ന തീ ശമിപ്പിക്കാൻ അധികൃതർ ആരും ഇടപെട്ടില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. ചാവക്കാട് പ്രവാസി സിൻഡിക്കേറ്റ് ബാങ്കിനെതിരെ നിക്ഷേപകർ രംഗത്ത്. മാസങ്ങളായി നിക്ഷേപകർക്ക് പണം തിരികെ നൽകാതിരുന്നതിനെ തുടർന്നാണ് നിക്ഷേപകർ സംഘടിച്ചത്. 2019 ശേഷം കമ്പനിക്ക് ലൈസൻസ് പോലും ഇല്ലെന്നും ഇവർ പറയുന്നു. 712 നിക്ഷേപകരാണ് പരാതിയുമായി മുന്നോട്ട് ഇറങ്ങിയത്. നിക്ഷേപ തട്ടിപ്പ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നും നീതി ലഭ്യമാക്കണമെന്നും നിക്ഷേപകൻ ഷിജോ ജെയിംസ് ആവശ്യപ്പെട്ടു. നമ്മ സമ്പാദിച്ച പൈസ മുഴുവൻ എൻ്റെ ഇവിടെയാണ് കിടക്കുന്നത്. എൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 42 ലക്ഷം രൂപ ഉണ്ട് ഇവിടെ. നമ്മ നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മ സംഭരിച്ച പൈസയാണ്. ഇവിടെ വന്നപ്പോൾ ഇത് ലൈസൻസ് വരെ റിന്യൂ ചെയ്തിട്ട് വർഷങ്ങളായി. അതിനുശേഷം ഇത് ലൈസൻസ് ഇല്ലാത്ത കമ്പനി അതിനുശേഷം നമ്മളിന്ന് 2021 വരെ ഡെപ്പോസിറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അറിയുന്നില്ല. നമ്മൾ അവിടെ റിന്യൂ ചെയ്തിട്ടുണ്ട് സാധനം. ഇത് പിന്നെ ആളുകൾ ഇങ്ങനെ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഈ കമ്പനിയുടെ അവസ്ഥ ലൈസൻസ് റിന്യൂ ചെയ്തിട്ടില്ല എന്നുള്ള വിവരമൊക്കെ നമ്മൾ അപ്പോഴാണ് അറിയുന്നത്. ഈ ഒരു കമ്പനിയിൽ മാത്രമേ നിക്ഷേപകർ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഈ കമ്പനിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കേസ് കൊടുക്കുന്നതിനും പൈസ എടുത്തിട്ടുള്ള ശ്രമങ്ങൾ നടന്നിട്ടുള്ളത് ഈ ഒരു കമ്പനിയിൽ മാത്രമായിരിക്കും. എന്നിട്ട് നമുക്കിതിനെ പ്രവാസി നിക്ഷേപകരെ വഞ്ചിച്ച ചാവക്കാട് പ്രവാസി സിൻഡിക്കേറ്റ് ബാങ്ക് ആസ്ഥാനത്തേക്ക് BJP ചാവക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. പണം നഷ്ടപ്പെട്ട പ്രവാസി നിക്ഷേപകർക്ക് പണം തിരികെ നൽകണമെന്നും ഡയറക്ടർമാർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നും BJP ജില്ലാ ഉപാധ്യക്ഷൻ ദയാനന്ദൻ മാമ്പുള്ളി ആവശ്യപ്പെട്ടു. BJP ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് KR ബൈജു അധ്യക്ഷനായിരുന്നു. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പ്രദീപ് ഐനപ്പുള്ളി, ബോഷി ചാണാശ്ശേരി, നേതാക്കളായ KG രാധാകൃഷ്ണൻ, അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. കടവല്ലൂർ പഞ്ചായത്ത് മൈതാനത്ത് കൂട്ടിയിട്ടിരിക്കുന്ന കേരയിൽ കുറ്റികൾ മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. സിൽവർ ലൈൻ പദ്ധതി സർവേയുടെ ഭാഗമായുള്ള കല്ലിടലിന് വേണ്ടി 3 വർഷം മുൻപാണ് കുറ്റികൾ മൈതാനത്ത് കൊണ്ടിട്ടത്. കളികളും മറ്റും നടക്കുമ്പോൾ തണൽ നിറഞ്ഞ ഈ ഭാഗത്താണ് ആളുകൾ കാഴ്ചക്കാരായി നിൽക്കുന്നതും താരങ്ങൾ വിശ്രമിക്കുന്നതും. കുറ്റികൾ നിറഞ്ഞതോടെ ഈ ഭാഗം ഉപയോഗശൂന്യമായി. മഴക്കാലമായാൽ ഇവിടെ പാഴ്ചെടികളും മാലിന്യങ്ങളും നിറയുകയും ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറുകയും ചെയ്യും. കേരളോത്സവത്തിന്റെ ഭാഗമായി കുറ്റികൾ മാറ്റുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും നടന്നില്ല. കുറ്റികൾ മാറ്റണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതർ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയുണ്ടായില്ല. ഇടതുപക്ഷത്തെ മുഖ്യ ശത്രുവായി കാണുന്ന കോൺഗ്രസിന് ഹൈന്ദവ ഫാസിസത്തെ ചെറുക്കാൻ കഴിയില്ലെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. ചാലക്കുടി മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കൊടുങ്ങല്ലൂരിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സായാജ്ഞം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിന്റെ MPമാരെ തങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റായാണ് BJP കാണുന്നത്. എന്നാൽ ഇടതുപക്ഷ MPമാർ BJPക്കെതിരെ പൊരുതുന്നവരാണ്. ജനാധിപത്യത്തിലെ ബഹുസ്വരത ലോകരാജ്യങ്ങളിൽ വിപുലപ്പെടുമ്പോൾ ഇന്ത്യയിൽ ശുഷ്കമാവുകയാണെന്നും മന്ത്രി പറഞ്ഞു. CPM ഏരിയ സെക്രട്ടറി KR ജൈത്രൻ അധ്യക്ഷനായി. ജോൺ ബ്രിട്ടാസ് MP, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, സംവിധായകൻ കമൽ, അശോകൻ ചെരുവിൽ, ഖദീജ മുംതാസ്, കരിവള്ളൂർ മുരളി എന്നിവർ സംസാരിച്ചു. മോദി സർക്കാർ ഇനിയും അധികാരത്തിൽ വന്നാൽ ഇന്ത്യയെ സർവനാശത്തിലേക്ക് നയിക്കുമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. LDF പുതുക്കാട് പഞ്ചായത്ത് റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. RSS ഭീഷണിയെ സംബന്ധിച്ച് ബോധ്യമുള്ളതുകൊണ്ടാണ് സംസ്ഥാനത്തിന്റെ മതേതരത്വ ജനാധിപത്യ മനസ്സ് ഇവർക്ക് ഒരവസരം കൊടുക്കാത്തതെന്നും MA ബേബി പറഞ്ഞു. സുനന്ദ ശശി അധ്യക്ഷയായി. KK രാമചന്ദ്രൻ MLA, LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജില്ലാ സെക്രട്ടറി KP രാജേന്ദ്രൻ, പുതുക്കാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് PK ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. ആലത്തൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി. യൂത്ത് ലീഗ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു മീരാൻ ഉദ്ഘാടനം ചെയ്തു. UDF കടവല്ലൂർ മണ്ഡലം ചെയർമാൻ ഫൈസൽ കാഞ്ഞിരപ്പള്ളി അധ്യക്ഷനായിരുന്നു. KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി, ആലത്തൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ജനറൽ കൺവീനർ PM അമീർ സാഹിബ് എന്നിവർ സംസാരിച്ചു.
ആലത്തൂർ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T. നിർമ്മല ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ് അധ്യക്ഷയായിരുന്നു. സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, K. ജയശങ്കർ, സുരേഷ് മമ്പറമ്പിൽ, PS സുനീഷ്, വിനോദിനി പാലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. നിയമത്തിന് മുൻപിൽ എല്ലാവരും സമന്മാരാകണം എന്ന അടിസ്ഥാന ഭരണഘടനാ തത്വം മോദി സർക്കാർ ലംഘിച്ചതിന്റെ ഫലമാണ് പൗരത്വ നിയമമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. LDF ആലത്തൂർ പാർലമെന്റ് സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം LDF കുന്നുംകുളം ഈസ്റ്റ് വെസ്റ്റ് മേഖലാ കമ്മിറ്റികൾ സംയുക്തമായി സംഘടിപ്പിച്ച റാലിയും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF മണ്ഡലം ചെയർമാൻ KT ഷാജൻ അധ്യക്ഷനായിരുന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, CPM ഏരിയ സെക്രട്ടറിമാരായ MN സത്യൻ, KD ബാഹുലയൻ തുടങ്ങിയവർ സംസാരിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ഡോക്ടർ സരസു എരുമപ്പെട്ടി കുട്ടഞ്ചേരിയിൽ പര്യടനം നടത്തി. ബൂത്ത് പ്രസിഡന്റ് KC ബാലൻ അധ്യക്ഷനായിരുന്നു. BJP സംസ്ഥാന സമിതി അംഗം E. ചന്ദ്രൻ, അജീഷ് കുട്ടഞ്ചേരി, സുഭാഷ് ആദൂർ, സുഭാഷ് പാക്കത്ത്, രാജേഷ് കുട്ടഞ്ചേരി, ജെബിൻ കാട്ടക്കമ്പൽ, വിഷ്ണു അമ്പാടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇതുവരെ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ സംതൃപ്തി നൽകുന്നതാണെന്ന് NDA സ്ഥാനാർത്ഥി TN സരസു. കടവല്ലൂർ പഞ്ചായത്തിൽ 3ാം ഘട്ട പ്രചാരണത്തിനെത്തിയതായിരുന്നു അവർ. വിജയിച്ചാൽ മണ്ഡലത്തിൽ ചെയ്യേണ്ട വികസന പദ്ധതികളെല്ലാം മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടെന്നും അവയെല്ലാം ജനങ്ങളുമായി പങ്കുവയ്ക്കുന്നുണ്ടെന്നും TN സരസു പറഞ്ഞു. മണ്ഡലം പ്രഭാരി ഗിരീഷ്, സുഭാഷ് പാക്കത്ത്, സുഭാഷ് ആദൂർ, PJ ജെബിൻ, മഹേഷ് തിപ്പിലശ്ശേരി എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. 6 മണി മുതൽ വൈകിട്ട് ഇതുവരെയുള്ള പര്യടനം ഞങ്ങൾ വളരെ ഗംഭീരമായിട്ട് നടത്തിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഞങ്ങളുടെ ആലത്തൂർ മണ്ഡലത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും നല്ല ഗംഭീരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രവർത്തകരും അതേപോലെ തന്നെ ഭയങ്കര ഉത്സാഹത്തിലാണ്. നമ്മൾക്ക് LDF പോർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടത്തി. LDF പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കളായ KS പ്രിയേഷ്, ED അജയ് ഘോഷ്, KM നാരായണൻ, ഫൗസിയ സുബൈർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പോർക്കുളം സെന്ററിൽ നടന്ന പൊതുയോഗം NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK രാജൻ ഉദ്ഘാടനം ചെയ്തു. പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് K. രാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ഒരു നേതാവ് ശാസ്ത്രത്തെയും അവർ തകിടം മറിക്കുകയാണ്. എല്ലാ ശാസ്ത്ര തത്വങ്ങളും എഴുതിയിരിക്കുന്നു. ആവർത്തി പട്ടികയായാലും പരിണാമ സിദ്ധാന്തമായാലും കുട്ടികൾ പഠിക്കേണ്ടതില്ല എന്നവർ തീരുമാനിച്ചിരിക്കുന്നു. നാളെ വരുന്ന തലമുറകൾക്ക് യുക്തിസഹമായി ചിന്തിക്കാനും. ചെമ്പുകമ്പികൾ മോഷ്ടിച്ച് വിൽപ്പന നടത്താൻ ശ്രമിച്ച സംഭവത്തിൽ 2 പ്രതികളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് സ്വദേശികളായ ഖാലിദ് മുഹമ്മദ് അലി, മുരുകായി എന്നിവരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം യേശുദാസ് റോഡിൽ പ്രവർത്തിക്കുന്ന ഷൈൻ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന സ്ഥാപനത്തിന്റെ കോമ്പൗണ്ടിൽ സൂക്ഷിച്ചിരുന്ന ചെമ്പുകമ്പികളാണ് പ്രതികൾ മോഷ്ടിച്ച് വിൽപ്പന നടത്താൻ ശ്രമിച്ചത്. സ്ഥാപനത്തിൽ നിന്ന് ഏതാനും ദിവസങ്ങളായി ചെമ്പുകമ്പികൾ മോഷണം പോകുന്നതിനാൽ സമീപത്തെ ആക്രി വിൽപ്പനശാലകളിൽ വ്യാപാര സ്ഥാപന ഉടമ വിവരമറിയിച്ചിരുന്നു. തുടർന്ന് ശനിയാഴ്ച വൈകിട്ടോടെ ചെമ്പുകമ്പികൾ വിൽപ്പന നടത്താനെത്തിയ ഇതര സംസ്ഥാനക്കാരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി സ്ഥാപന ഉടമയെ വിവരമറിയിക്കുകയായിരുന്നു. ഉടമ ആക്രിക്കടയിലെത്തി നടത്തിയ പരിശോധനയിൽ ഇവരുടെ സ്ഥാപനത്തിൽ നിന്നും മോഷണം പോയ ചെമ്പുകമ്പികളാണെന്ന് കണ്ടെത്തി. തുടർന്ന് പോലീസ് എത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവതിക്ക് പരിക്ക്. വെള്ളിക്കുളങ്ങര കാരിക്കടവ് ആദിവാസി കോളനിയിലെ ആശാ വർക്കർ ബീനയ്ക്കാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. മറ്റത്തൂർ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ജോലിക്കായി ഭർത്താവ് രതീഷിനൊപ്പം ബൈക്കിൽ വരുമ്പോൾ ഹാരിസൺ എസ്റ്റേറ്റിലെ കാരിക്കടവ് പാൽപ്പുരയ്ക്ക് സമീപത്ത് വെച്ച് കാട്ടാന ആക്രമിക്കുകയായിരുന്നു. തുമ്പിക്കൈ കൊണ്ടുള്ള അടിയേറ്റാണ് ബീനയ്ക്ക് പരിക്കേറ്റത്. ബീനയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മേത്തല കേരളേശ്വരപുരം ക്ഷേത്രത്തിലെ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം രൂപീകരിച്ച ലാൻഡ് കൺസർവൻസി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് നടപടികൾ തുടങ്ങിയത്. 3 കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചെടുത്തു. നടപടികൾ തുടരുമെന്ന് അധികൃതർ പറഞ്ഞു. ലാൻഡ് കൺസർവൻസി യൂണിറ്റ് തഹസിൽദാർ VC പ്രസന്നൻ, ഹെഡ് സർവേയർ സിന്ധു, സർവേയർ സുനിൽകുമാർ, റവന്യൂ ഇൻസ്പെക്ടർ ഷീജാകുമാരി എന്നിവരടങ്ങിയ സംഘമാണ് നടപടികൾ സ്വീകരിച്ചത്. ദേവസ്വം ഓഫീസർ വേണുഗോപാൽ ക്ഷേത്രഭൂമി കയ്യേറ്റത്തിനെതിരെ ഹൈക്കോടതിയിൽ പരാതി നൽകിയ മുൻ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളായ KG ബാലപ്പൻ, PR സന്ദീപ്, PR വിനോദ്, പൊതുപ്രവർത്തകരായ KG ശശിധരൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു നടപടിക്രമങ്ങൾ.
പഞ്ചായത്ത് അധികൃതർ കയ്യേറ്റം ഒഴിപ്പിക്കാത്തതിനെതിരെ നിരാഹാര സമരം നടത്തി യുവാവ്. അടാട്ട് പഞ്ചായത്ത് 16-ാം വാർഡിൽ കയ്യേറ്റം ഒഴിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് CL അനൂപും കുടുംബവുമാണ് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നിരാഹാര സമരം നടത്തിയത്. 74 സെന്റ് പുറമ്പോക്ക് ഭൂമിയാണ് കോൺവെന്റും മറ്റ് സ്വകാര്യ വ്യക്തികളും കൈയേറിയതായി കണ്ടെത്തിയിട്ടുള്ളത്. ഈ കയ്യേറ്റങ്ങൾ ഒഴിവാക്കാൻ 2021 ഹൈക്കോടതി ഉത്തരവിട്ടു. 3 വർഷത്തോളമായിട്ടും നടപടിയില്ലാത്തതിനാലാണ് നിരാഹാര സമരത്തിന് ഇറങ്ങിയതെന്ന് അനൂപ് പറഞ്ഞു. പിന്നീട് പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് 1-ാം വാർഡ് മെമ്പർ KV വിപിന്റെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചയിൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. പൂപ്പത്തിക്കാരുടെ ഉത്സവമായി മാറിയ സോയൂസ് സ്റ്റാർ സോക്കർ ഫെസ്റ്റിന്റെ ആരവത്തിന് ആവേശം നിറഞ്ഞ കൊടിയിറക്കം. ഫൈനൽ മത്സരം കാണാനെത്തിയവരുടെ ബാഹുല്യം സോക്കർ ഫെസ്റ്റിന്റെ ചരിത്രമായി മാറി. 2000-ഓളം സ്ത്രീകളടക്കം ആയിരങ്ങളാണ് ഫൈനൽ മത്സരം കാണാനെത്തിയത്. ഫൈനലിൽ ഇന്ത്യൻസ് പ്ലേ ബോയ്സ് കോഴിക്കോട് 1-3 ഗോളിന് ഹാപ്പി ഫ്രണ്ട്സ് ചെറുവാളൂരിനെ പരാജയപ്പെടുത്തി. അത്ഭുതപ്പെടുത്തുന്ന ജനപങ്കാളിത്തമാണ് പൂപ്പത്തി സോയൂസ് സ്റ്റാർ സോക്കർ ഫെസ്റ്റിൽ കണ്ടതെന്നും ജോലിക്കിടയിൽ കേരളത്തിലെ പല സ്ഥലത്തും പോയിട്ടുണ്ടെങ്കിലും ഇത്രയധികം സ്ത്രീകൾ സംഘാടകരും ഫുട്ബോൾ ആസ്വാദകരുമായി കണ്ടിട്ടില്ലെന്നും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത എറണാകുളം അഡീഷണൽ ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജ് CK മധുസൂദനൻ പറഞ്ഞു. ഇതുപോലെ ജനപങ്കാളിത്തമുള്ള പ്രാദേശിക ഉത്സവമായി മാറിയ ഫുട്ബോൾ കളി ആദ്യമായാണ് കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്രയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ജനപങ്കാളിത്തത്തോടുകൂടി ഒരു മാമാകം എന്ന പോലെ തന്നെ ഒരു നാടിൻ്റെ ഒരു പ്രാദേശിക ഉത്സവം തന്നെയാക്കി മാറ്റിയ ഒരു പരിപാടി ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ ആദ്യമായിട്ട്. ജനറൽ കൺവീനർ KN വിഷ്ണു നമ്പൂതിരി അധ്യക്ഷനായി. റെയിൽവേ ചെസ് ദേശീയ പരിശീലകൻ TJ സുരേഷ് കുമാർ ട്രോഫികൾ വിതരണം ചെയ്തു. ചെയർമാൻ MP മുഹമ്മദ് റാഫി, ചീഫ് കോർഡിനേറ്റർ വിനോദ് മണപ്പുറത്ത്, വാർഡ് മെമ്പർ അനില സുനിൽ, വനിതാ വിഭാഗം പ്രതിനിധി ജെസ്സി, വൈസ് ചെയർമാൻ PP രാജൻ, ജോയിന്റ് കൺവീനർ CP പ്രദീപ്, ഗുരുചൈതന്യ പുരുഷ സ്വയം സഹായ സംഘം പ്രതിനിധി MK കൃഷ്ണദാസ് എന്നിവർ പങ്കെടുത്തു. TCV മാള. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രക്കാരനായ പഴവൂർ പടിക്കൽ ശശിക്കാണ് പരിക്കേറ്റത്. ശശിയെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരള ദളിത് ഫെഡറേഷൻ ഡെമോക്രാറ്റിക് ജില്ലാ പ്രവർത്തക സംഗമം ചേലക്കരയിൽ നടന്നു. സംഗമം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PM അനീഷ് ഉദ്ഘാടനം ചെയ്തു. KDFT സംസ്ഥാന സെക്രട്ടറി KP സുഗു അധ്യക്ഷനായിരുന്നു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് A രതീഷ്, തമിഴ്നാട് ദളിത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് രജനി കാളിമുത്തു, സംസ്ഥാന സെക്രട്ടറി M കണ്ണപ്പൻ, യുവജന വിഭാഗം സംസ്ഥാന കൺവീനർ ഷൈജു കരിഞ്ചാപ്പാടി തുടങ്ങിയവർ സംസാരിച്ചു. RDOയുടെ നല്ല നടപ്പ് ഉത്തരവിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂരിൽ യുവാവിന്റെ വേറിട്ട പ്രതിഷേധം. പോലീസ് ഫാൻസ് പ്രവർത്തകനായ മേത്തല സ്വദേശി ഷാനുവാണ് ദേഹത്ത് മുദ്രാവാക്യം എഴുതി പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. തന്നെ നല്ല നടപ്പ് പട്ടികയിൽ ഉൾപ്പെടുത്തിയതിലുള്ള പ്രതിഷേധ സൂചകമായാണ് ദേഹത്ത് പെയിന്റ് അടിച്ച് മുദ്രാവാക്യം എഴുതിയതെന്ന് ഷാനു പറഞ്ഞു. പോലീസ് ഫാൻസിന്റെ പേരിൽ നേരത്തെയും ഒറ്റയാൾ പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് ഷാനു. ജോലി ചെയ്ത് ലഭിക്കുന്ന ചെറിയ വരുമാനത്തിലെ കൂടുതൽ തുകയും സേവന പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കുന്ന തനിക്ക് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമെന്ന അഭ്യർത്ഥനയുമായി ചാലക്കുടി മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി അരുൺ എടത്താടൻ ക്യാൻസർ രോഗികൾക്കായി മുടി ദാനം ചെയ്തു. 100ഓളം പേർക്ക് രക്തം നൽകി. മാരക രോഗത്തിൽപ്പെട്ടവർക്ക് മരുന്നും ഭക്ഷണവും നൽകി വരുന്നതായും സ്ഥാനാർത്ഥി പറഞ്ഞു. കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ 10-ാം വാർഡിൽ നിന്നും BJP ടിക്കറ്റിൽ ഇയാൾ മത്സരിച്ചിരുന്നു. ചേലക്കര വെങ്ങാനല്ലൂർ വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയായിൽ മജ്ലിസ് അൻസാറുല്ലാഹ് ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പ് നടന്നു. മജ്ലിസ് അൻസാറുല്ലാഹ് ദേശീയ ഉപാധ്യക്ഷൻ M താജുദ്ദീൻ സാഹിബ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ നാസിം H ഹബീബുള്ള സാഹിബ് അധ്യക്ഷനായിരുന്നു. ജില്ലാ അമീർ H സുലൈമാൻ കവശ്ശേരി, ജില്ലാ ഇൻചാർജ് മൗലവി K ഖമറുദ്ദീൻ, ചേലക്കര ജമാഅത്ത് സദർ M സുബൈർ അഹമ്മദ് എന്നിവർ സംസാരിച്ചു. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി കുടുംബസംഗമം നടത്തി. വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി റഫീഖ് കാദിക്കോട് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PM ഉസ്മാൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ജമാൽ മുഹമ്മദ് പുതിയ വീട്ടിൽ, PV ഇബ്രാഹിം, FITU ജില്ലാ പ്രതിനിധി ആസിയ മജീദ്, വിമൻസ് ജസ്റ്റിസ് പ്രതിനിധി സാജിദ റസാഖ് എന്നിവർ സംസാരിച്ചു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ പഴൂക്കര സെന്റ് ജോസഫ് പള്ളിയിൽ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ ഊട്ടുതിരുനാളിന് വെള്ളിയാഴ്ച കൊടിയേറും. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മഞ്ഞളി കൊടിയേറ്റം നിർവഹിക്കും. ഞായറാഴ്ച ഊട്ടുനിറച്ച വെഞ്ചിരിപ്പിന് ശേഷം നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ ഷാജി തുമ്പച്ചിറയിൽ കാർമ്മികനാകും. വികാരി ഫാദർ സോജോ കണ്ണമ്പുഴ, പ്രേമൻ ചെങ്ങനിയാടൻ, ബാബു ചക്കാലമുറ്റത്ത്, ഈനാശു എടത്തലപ്പറമ്പിൽ,
സിജൻ ചക്കാലമറ്റത്ത്, സേവ്യർ കാരേക്കാട്ട് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 50 വർഷത്തിലേറെയായി അരങ്ങിൽ നിറഞ്ഞു നിൽക്കുന്ന നാടക കലാകാരൻ പ്രഭാകരൻ കോടാലിയെ മറ്റത്തൂർ കടശപുരം ക്ഷേത്രസമിതി ആദരിച്ചു. പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചാണ് പ്രഭാകരൻ കോടാലിക്ക് ആദരമൊരുക്കിയത്. ക്ഷേത്രസമിതി സെക്രട്ടറി NR ദിനേശൻ, കമ്മിറ്റി അംഗങ്ങളായ NR സുരേഷ് ബാബു, BP സോമൻ എന്നിവർ ചേർന്ന് ഉപഹാരം സമ്മാനിച്ചു. തുടർന്ന് പ്രഭാകരൻ കോടാലി മുഖ്യ കഥാപാത്രമായ നാടകം അരങ്ങേറി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മറവിൽ അധികൃതരുടെ കണ്ണുവെട്ടിച്ച് പാലിയേക്കരയിൽ വൻതോതിൽ തണ്ണീർത്തടം നികത്തുന്നു. നെന്മണിക്കര പഞ്ചായത്ത് ഓഫീസിന് സമീപം പഴയ ദേശീയപാതയോട് ചേർന്നുള്ള സ്ഥലത്താണ് നികത്തുന്നത്. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് കെട്ടിടം പൊളിച്ചതിന്റെ മാലിന്യമാണ് ടിപ്പറുകളിൽ എത്തിച്ച് പറമ്പിൽ തള്ളുന്നത്. തെരഞ്ഞെടുപ്പ് സമയമായതിനാൽ ഉദ്യോഗസ്ഥർ വിവിധ ഡ്യൂട്ടികളിലായി തുടരുന്നതാണ് നീർത്തടം നികത്തുന്നവർക്ക് തുണയാകുന്നത്. നാട്ടുകാർക്ക് എതിർപ്പുണ്ടെങ്കിലും പരാതിപ്പെടാൻ ഇടമില്ലാത്ത സ്ഥിതിയാണ്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു സ്ഥലം ഉടമയെ ബന്ധപ്പെട്ട് നികത്തൽ നിർത്തിവെപ്പിച്ചു. നടപടിയെടുക്കുന്നതിന് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടാനായില്ലെന്നും തുടർന്ന് സ്ഥലം ഉടമയോട് മാലിന്യം നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. 26-ന് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി കഴിഞ്ഞ് ഉദ്യോഗസ്ഥർ എത്തിയാൽ തുടർ നടപടി കൈക്കൊള്ളുമെന്നും TS ബൈജു പറഞ്ഞു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോലഴി ബോധനയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ റാലി സംഘടിപ്പിച്ചു. ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ശാസ്ത്ര സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും റാലിയിൽ അണിചേർന്നു. ലക്ഷ്മി വിശ്വംഭരൻ, PV റോസിലി, സുനിത, വിജയഭാരത്, അഭിരാമി സുരേഷ് തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന് കൊടിയേറി. ഏപ്രിൽ 30, മെയ് 1 തീയതികളിലാണ് തിരുനാൾ. തൃശൂർ അതിരൂപത സാന്ത്വനം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോസ് വട്ടക്കുഴി കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ ഡേവിസ് ചെക്കാലക്കൽ, ഫാദർ ബിജു ഇടയാളിക്കുടി എന്നിവർ സഹകാർമ്മികരായി. ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ഇപ്പോഴും. എരുമപ്പെട്ടി മരുതങ്ങാട്ട് കാരയിൽ ഭഗവതി ക്ഷേത്രം സർപ്പക്കാവിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. നെല്ലുവായി പ്രദീപ് നമ്പീശന്റെ നേതൃത്വത്തിൽ തുള്ളൽ ത്രയം അരങ്ങേറി. പ്രദീപ് ആറട്ടപ്പുഴ ഓട്ടൻ തുള്ളലും, നെല്ലുവായി പ്രദീപ് നമ്പീശൻ ശീതങ്കൻ തുള്ളലും, കലാമണ്ഡലം ജിനേഷ് പറയൻ തുള്ളലും അവതരിപ്പിച്ചു. വായ്പാട്ടിൽ കലാമണ്ഡലം നയനനും നന്ദൻ ചെറുശ്ശേരിയും, മൃദംഗത്തിൽ കലാമണ്ഡലം സജിത്ത് ബാലകൃഷ്ണനും, ഇടക്കയിൽ ബബിൽനാഥ് പൂക്കാടനും പിന്നണിയായി. പോയിടോ സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പഴഞ്ഞി പെരുംതുരുത്തി കോതനാത്ത് വീട്ടിൽ കിരൺ മുരളീധരനെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കുന്നംകുളം ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് അനുമോദിച്ചു. അഹമ്മദാബാദ് ഭദ്രാസനത്തിൽ നിന്നുള്ള സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം സജി എബ്രഹാം, പെരുംതുരുത്തി ഓർത്തഡോക്സ് പള്ളി കൈസ്ഥാനി സക്കറിയ ചീരൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. എൻ്റെ അച്ഛനും സഹോദരനും ഒക്കെയാണ്. അവരുടെ കുടുംബം ഇവിടെയുണ്ട്. ഇവരെല്ലാം ഒരു ജ്യേഷ്ഠനും. പ്രധാന വാർത്തകൾ വീണ്ടും. മാങ്ങാട്ടുകരയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സ്ഥാപിച്ച VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ച നിലയിൽ. ഇരിങ്ങാലക്കുടയിൽ ഇന്നസെന്റിന്റെ ചിത്രം വെച്ച് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചതിനെതിരെ പരാതി. കല്ലറ്റിങ്ങര റെയിൽവേ സ്റ്റേഷന് സമീപം റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനങ്ങൾ കത്തി നശിച്ചു. 13 വാഹനങ്ങളാണ് അഗ്നിക്കിരയായത്. ചാവക്കാട് പ്രവാസി സിൻഡിക്കേറ്റ് ബാങ്കിനെതിരെ നിക്ഷേപകർ രംഗത്ത്. തട്ടിപ്പ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് നിക്ഷേപകർ. ബാങ്ക് ആസ്ഥാനത്തേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തി. കടവല്ലൂർ പഞ്ചായത്ത് മൈതാനത്ത് കൂട്ടിയിട്ടിരിക്കുന്ന കേരയിൽ കുറ്റികൾ മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. കളക്ടർക്ക് പഞ്ചായത്ത് അധികൃതർ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.